ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി, ഇൻഡക്ടർ ഓൺലി, കപ്പാസിറ്റർ ഓൺലി. ഇത് ഓരോ സർക്യൂട്ടിൻ്റെയും പവർ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് ഈ കമ്പോണൻസിനെ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് എ സിയിലോട്ട് കൊടുക്കാം. അപ്പോൾ അവിടുത്തെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള കഥകളികളാണ് നമ്മളിന്ന് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന സർക്യൂട്ടാണ് സീരീസ് ആർ സി സർക്യൂട്ട്. എന്താണ് സീരീസ് ആർ സി സർക്യൂട്ട്? അപ്പം ഞാൻ വരയ്ക്കാം ഇവിടെ. ഇത് ആറും സിയും സീരീസ് ആയിട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്നു. ആരൊക്കെയാണ്? ആറിനെയും സിയെയും. നോക്കൂ, ഇതാണ് ആർ, അടുത്തത് സി. ഇത് രണ്ട് സീരീസ് ആയിട്ടിരിക്കുകയാണ്. ഇത് രണ്ടിനെയും കൂടെ പിടിച്ച് നമുക്ക് എ സിയിലോട്ട് കൊടുക്കാം. അപ്പോൾ എ സിയിൽ കൊടുത്തല്ലോ. ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് പഴയ കാര്യങ്ങളൊന്ന് കൊണ്ടുവരാം. നമ്മൾ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ആർ ഓൺലി, റെസിസ്റ്റർ ഓൺലി. ഓക്കെ, അതിൻ്റെ ഫേസ് ഡയഗ്രാം നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരാം. വോൾട്ടേജ് ഇങ്ങനെ ആയിരുന്നു അല്ലേ? കറണ്ടും അതേ ലൈനിൽ കൂടെ ആയിരുന്നു. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഒരേ ലൈനിൽ കൂടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ആംഗിള് ഒമേഗ ടി ആണ് രണ്ടുപേർക്ക് ആണല്ലോ. ഇനി കപ്പാസിറ്റർ ഓൺലി ആണെങ്കിൽ നമ്മൾ വരച്ചത് ഓർമ്മയുണ്ടാവും. ഇതാണ് വോൾട്ടേജ്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഒമേഗ ടി ആണ് ആണല്ലോ. കറണ്ട് എങ്ങോട്ടായിരുന്നു? അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു അല്ലേ? അപ്പോൾ ഇതായിരുന്നു കറണ്ട്. അപ്പോൾ കറണ്ട് ഇതിനേക്കാളും എ ഹെഡ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ ഒമേഗ ടി പ്ലസ് π/2 ആയിരുന്നു. ഓർമ്മയുണ്ട്? ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ ഫേസ് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് നടത്തുന്നത്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഫേസ് ഡയഗ്രാം മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമാധാനമായിട്ട് ഇവിടെ നോക്കൂ. ഇവിടെ ആർ ഉണ്ട്, ഇത് സി ഉണ്ട് ആണല്ലോ. നമുക്ക് ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജ് വി ആണെന്ന് ഇരിക്കട്ടെ. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ രണ്ട് കമ്പോണൻറ്റിലെയും കറണ്ട് സെയിം ആയിരിക്കും. കാരണം രണ്ടുപേരും സീരീസ് ആണ്. ആ കറണ്ട് ഐ ആണ്. അപ്പം ഞാൻ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ രണ്ട് കമ്പോണൻറ്റിലെയും കറണ്ട് ഐ ആണല്ലോ. അപ്പോൾ ആ കറണ്ടിനെ ഞാൻ വരയ്ക്കാൻ പോവാണ്. നോക്കിക്കോണേ, ഇതാണ് ആ കറണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ ഇതാണ് രണ്ട് കമ്പോണൻറ്റിലെയും കറണ്ടിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തത്. അവിടെ ഇരുന്നോട്ടെ. ഇനി വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഈ കറണ്ട് എന്ന് പറയുന്നത് ആരിലേക്ക് കറണ്ടാണ്? റെസിസ്റ്ററിലെയും കറണ്ടാണ്, കപ്പാസിറ്ററിലെയും കറണ്ടാണ് ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ. അപ്പോൾ ഈ കറണ്ടിനെ റെസിസ്റ്ററിലെ കറണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. എവിടുത്തെ കറണ്ടാണ്? റെസിസ്റ്ററിലെ കറണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ എങ്ങനെ വരയ്ക്കും? റെസിസ്റ്ററിന്റെ കേസിൽ വോൾട്ടേജും കറണ്ടും ഒരേ ലൈനിൽ കൂടെയാണ്. അപ്പോൾ ഇത് കറണ്ട് ഇൻ റെസിസ്റ്റർ ആണെങ്കിൽ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ അതേ ലൈനിൽ കൂടെ ഞാൻ വരയ്ക്കും. അപ്പോൾ ഇത് വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ആരെ വേണം? ഈ കറണ്ട് എന്ന് പറയുന്നത് കപ്പാസിറ്ററിലെ കറണ്ടായിട്ട് എടുക്കുന്നു. ഇത് എവിടുത്തെ കറണ്ടാണ്? കപ്പാസിറ്ററിലെ കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ എങ്ങനെ വരയ്ക്കുമെന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അവിടെ ആ പിക്ചറിൽ നോക്കൂ. കപ്പാസിറ്ററിന്റെ കേസിൽ വോൾട്ടേജ് ആണോ കറണ്ടാണോ ഫ്രണ്ടിൽ? കറണ്ടാണ് ഫ്രണ്ടിൽ, വോൾട്ടേജ് പിറകിലാണ്. അപ്പോൾ ഇത് കറണ്ടാണ്, എവിടുത്തെ? കപ്പാസിറ്ററിലെ കറണ്ടാണ്. അപ്പോൾ കറണ്ടാണ് ഫ്രണ്ടിൽ, വോൾട്ടേജ് പിറകിൽ. എത്ര പിറകിൽ? 90 ഡിഗ്രി പിറകിൽ ആണല്ലോ. അവിടെ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത് കറണ്ട് ഇൻ കപ്പാസിറ്റർ എന്ന് എടുത്താൽ വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ നമുക്ക് 90 ഡിഗ്രി പിറകിൽ എന്ന് പറയുമ്പോൾ എവിടെയല്ലേ വരയ്ക്കാൻ പറ്റൂ? വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ. ബുദ്ധിമുട്ടുണ്ടായോ? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ എത്ര വോൾട്ടേജുകളുണ്ട്? 2 വോൾട്ടേജുകളുണ്ട്. തൽക്കാലം നമുക്ക് ഇത് രണ്ടിനെയും വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ 2 വോൾട്ടേജുകളുടെയും കൂടെ റിസൾട്ടന്റ് നിങ്ങൾ എങ്ങനെ കാണും? പാരലോഗ്രാം ലോ മെത്തേഡ് നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഒരു വോൾട്ടേജ് ഇതാണ്, അടുത്ത വോൾട്ടേജ് ഇതാണ്. ഓക്കെ, ഞാൻ വരച്ചു. ഇനി രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതല്ലേ മക്കളെ? ഇതാണ് റിസൾട്ടൻ്റ് വോൾട്ടേജ്. അപ്പോൾ 2 വോൾട്ടേജ് ഉണ്ട്, രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് വോൾട്ടേജ് ആണിത്. ഇനി ഇതാണ് ഇവിടുത്തെ കറണ്ട്. വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ഈ ആംഗിളിനെ ജനറലി ഞാൻ ഫൈ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഫൈ. ഒരു പ്രയാസമില്ല. ഇനി ഈ പിക്ചറിൽ നേരെ നോക്കണം. ഈ സർക്യൂട്ടിലെ ഈ ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജിനെയാണ് ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്നത്. ഈ ഇൻസ്റ്റൻറ്റിലുള്ള കറണ്ടിനെയാണ് ഈ വരച്ചിരിക്കുന്നത്. ആരാണ് ഫ്രണ്ടിൽ എന്ന് വളരെ ക്ലിയർ ആണ്. ആരാണ് ഫ്രണ്ടിൽ? കറണ്ടാണ് ഫ്രണ്ടിൽ, വോൾട്ടേജ് പിറകിലാണ്. ഇവർ തമ്മിൽ എത്രയുടെ ഡിഫറൻസ് ഉണ്ട്? 5 ആംഗിളിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എത്രയുടെ ഡിഫറൻസ് ഉണ്ട്? 5യുടെ. അപ്പോൾ ഞാൻ ഈ സർക്യൂട്ടിലെ കറണ്ടിനെ I = IM sin ωt എന്ന് റെപ്രസെൻറ്റ് ചെയ്തെന്നിരിക്കട്ടെ.
അങ്ങനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എനിക്ക് നേരത്തെ ഞാൻ വോൾട്ടേജ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതിയതുപോലെ കറണ്ടിനെ വേണമെങ്കിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഐ ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി എന്ന് എഴുതിയെങ്കിൽ വോൾട്ടേജിനെ ഞാൻ എങ്ങനെ എഴുതണം? പറ, വോൾട്ടേജിനെ ഞാൻ എങ്ങനെ എഴുതണം? വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിനേക്കാളും എത്ര പിറകിലാണ്? 5 പിറകിലാണ്. അപ്പോൾ എങ്ങനെ എഴുതണം? വി എം പറയും, വി എം സൈൻ ഒമേഗ ടി മൈനസ് 5 എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിലെ കറണ്ട് എഴുതി, വോൾട്ടേജ് എഴുതി. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രമേ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ ബോഡി കിടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഇറൈസ് ചെയ്ത് കളയാൻ പോവാണ്. ലിസൺ പ്രോപ്പർലി. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ആർ ആൻഡ് സി ഇൻ സീരീസ്. സോ സീരീസ് ആർ സി സർക്യൂട്ട്, സീരീസ് ആർ സി. സോ ലിസൺ, ആർ then C, then this circuit is connected to AC. ഇതിനെ എ സി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. കണക്ട് ചെയ്തോട്ടെ. ഓക്കെ, ഇത് ആർ, ഇത് സി. ഇനി ഈ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഉള്ള വോൾട്ടേജിനെ ഞാൻ വി എന്ന് വിളിക്കുന്നു. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള കറണ്ട് രണ്ട് കമ്പോണന്റിൽ സെയിം ആണ്. ആ കറണ്ടിനെ ഞാൻ ഐ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഏതിലോട്ട് പോവാണ്? നമ്മുടെ പഴയ കാര്യങ്ങളിലേക്ക് പോവാണ്. ഇതാ, നന്നായിട്ട് ശ്രദ്ധിച്ച് ആൻസറുകൾ പറയണം. നമ്മൾ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതാണ്. അവിടെ ഫേസ് ഡയഗ്രാം വരച്ചപ്പോൾ അതാണ്ട് ഇങ്ങനെയാണ് ഞാൻ വരച്ചത്. ഇതായിരുന്നു അവിടുത്തെ വോൾട്ടേജ് ആണല്ലോ, ഇതായിരുന്നു അവിടുത്തെ കറണ്ട്. വോൾട്ടേജും കറണ്ടും ഒരേ ലൈനിൽ കൂടെയാണ്. അപ്പോൾ രണ്ടിൻ്റെ ആംഗിൾ സെയിം ആയിരുന്നു. ഈ ആംഗിളിന് ഞാൻ ഒമേഗ ടി എന്നാണ് എടുത്തത്. അടുത്തത് നമ്മൾ കപ്പാസിറ്റർ ഓൺലി നമ്മൾ പഠിച്ചതാണ്. എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലിയും പഠിച്ചതാണ്. അവിടെ നമ്മൾ ഇത് വരച്ചപ്പോൾ എങ്ങനെ വരച്ചത്? ഇതുപോലെ വരച്ചിട്ട് വോൾട്ടേജ് ഇങ്ങനെ വരച്ചു. വോൾട്ടേജ് ഉണ്ടാക്കിയ ആംഗിൾ ഒമേഗ ടി എന്നാണ്. കറണ്ട് അപ്പോൾ ഇത് വി എന്ന് എഴുതി. ഇനി കറണ്ട് നിങ്ങൾ എങ്ങനെയാണ് വരച്ചത്? ഓർമ്മയിലുണ്ടോ കറണ്ട് വരച്ചത് എങ്ങനെയെന്ന്? കറണ്ട് എങ്ങനെ വരച്ചത്? കറണ്ട് നമ്മൾ 90 ഡിഗ്രി ഹെഡ് ആയിട്ട് വരച്ചു. അപ്പോൾ ഇതായിരുന്നു കറണ്ട്. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിൾ 90 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫുള്ള് ഇവിടുത്തെ ഈ ആംഗിൾ അപ്പോൾ എത്ര വരും? ഒമേഗ ടി പ്ലസ് π/2 എന്നാണ് നമ്മൾ അവിടെ എടുത്തത്. ഇത്രയും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ പറയാം. നിങ്ങൾ സമാധാനമായിട്ട് കാര്യങ്ങൾ പറയുക. നോക്കിക്കോളൂ. ഇവിടെ ഈ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ വോൾട്ടേജ് എന്താണ്? വി ആണ്. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ കറണ്ട് എന്താണ്? ഐ ആണ്. രണ്ടിൻ്റെ ഇക്വേഷനിലേ നിങ്ങൾക്ക് വേണ്ടി. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ് ഡയഗ്രാം അനാലിസിസ് ആണ്. ഫേസ് ഡയഗ്രാം അനാലിസിസ് ആണ് ഞാൻ നടത്തുന്നത്. അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ട ഒന്നുമില്ല. വരയ്ക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ രണ്ട് കമ്പോണൻറ്റിലെയും കറണ്ട് സെയിം ആണല്ലോ. ആ കറണ്ടിനെ ഞാൻ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇത് രണ്ട് കമ്പോണൻറ്റിലെയും കറണ്ടാണ്. ഇപ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നത് ആരിലേക്കാവാം? റെസിസ്റ്ററിലതും ആവാം, കപ്പാസിറ്ററിലും ആവാം. ഇത് റെസിസ്റ്ററിലെ കറണ്ട് ആണെങ്കിൽ റെസിസ്റ്ററിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെ വരയ്ക്കും? റെസിസ്റ്ററിൻ്റെ കേസിൽ വോൾട്ടേജും കറണ്ടും ഒരേ ലൈനിലാണ്. അപ്പോൾ റെസിസ്റ്ററിലെ വോൾട്ടേജ് നമ്മൾ ഇതേ ലൈനിൽ കൂടെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് റെസിസ്റ്ററിലെ വോൾട്ടേജ്. ഓക്കെ, ഇനി ഈ കറണ്ട് നമ്മൾ കപ്പാസിറ്ററിലെ കറണ്ടായിട്ട് എടുത്താൽ, ഇത് കപ്പാസിറ്ററിലെ കറണ്ടായിട്ട് എടുത്താൽ കപ്പാസിറ്ററിലെ വോൾട്ടേജ് എങ്ങനെ മാർക്ക് ചെയ്യും? പറയും. ഇത് കപ്പാസിറ്ററിലെ കറണ്ടായിട്ട് എടുത്താൽ കപ്പാസിറ്ററിലെ വോൾട്ടേജ് എങ്ങനെ മാർക്ക് ചെയ്യും? നിങ്ങളിവിടെ കപ്പാസിറ്ററിന്റെ കേസിൽ ആരാണ് ഹെഡ്? കറണ്ടാണ് ഹെഡ്. വോൾട്ടേജ് ബിഹൈൻഡ് ആണ്. എത്ര ബിഹൈൻഡ് ആണ്? 90 ഡിഗ്രി ബിഹൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഇത് കറണ്ട് ഇൻ കപ്പാസിറ്റർ ആണെങ്കിൽ വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും പിറകെയാണ്. എത്ര പിറകെ? 90 ഡിഗ്രി പിറകെ ആണെങ്കിൽ ഇങ്ങോട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതെന്താണ്? വോൾട്ടേജ് ഇൻ കപ്പാസിറ്റർ ആണ്. അപ്പം നോക്കൂ, ഇത് രണ്ടും തമ്മിൽ ഇപ്പോൾ എത്ര ആംഗിളുണ്ട്? 90. ഇനി നമ്മുടെ ഇവിടെ രണ്ട് വോൾട്ടേജസ് ഉണ്ട്, വി സിയും വി ആറും. ഇത് രണ്ടിനെയും രണ്ട് വെക്ടറായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് കാണാൻ നമുക്ക് പാരലോഗ്രാം ലോ മെത്തേഡ് ഉപയോഗിക്കാം. കണ്ടോ? അപ്പോൾ ഞാൻ ഒരു പാരലോഗ്രാം വരയ്ക്കുന്നു. കണ്ടോ? വരച്ചത് കണ്ടോ? ഇനി റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതല്ലേ മക്കളെ? ഇതാണ് റിസൾട്ടൻ്റ് വോൾട്ടേജ്. ഇതിനെ ഞാൻ എന്തെന്ന് വിളിക്കാം? വി എന്ന് വിളിക്കാം. അപ്പോൾ സർക്യൂട്ടിൻ്റെ ഫുൾ പാരാമീറ്റേഴ്സ് എനിക്ക് സിമ്പിളായിട്ട് കിട്ടി. ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ സർക്യൂട്ടിലെ വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിലെ കറണ്ട് ഇങ്ങനെയായിരിക്കും. ഈ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെ ജനറലി ഫൈ എന്ന് വിളിക്കാം. ഈ പിക്ചറിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. കറണ്ട് ഫ്രണ്ടിലും വോൾട്ടേജ് പിറകിലുമാണ്. കറണ്ട് ഹെഡ്, വോൾട്ടേജ് ബിഹൈൻഡ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ നമുക്ക് കറണ്ടിനെ എങ്ങനെ എഴുതാം?
കറണ്ടിനെ ഞാൻ IM sin ഒമേഗ ടി എന്ന് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജിനെ എങ്ങനെ എഴുതും? നമുക്ക് കഴിഞ്ഞ ഇതിനകത്തെല്ലാം നമ്മൾ എഴുതിയത് V = VM sin ഒമേഗ ടി എന്നാണ്. നമുക്ക് ആ ഡെറിവേഷൻസിലെല്ലാം കറണ്ട് വെച്ച് തുടങ്ങാമായിരുന്നു. എന്നാൽ I = IM sin ഒമേഗ ടി എന്നങ്ങ് തുടങ്ങിയാലും മതിയായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ V എങ്ങനെ എഴുതും? ഇവിടെ കറണ്ട് = IM sin ഒമേഗ ടി എന്ന് എഴുതിയാൽ വോൾട്ടേജ് എങ്ങനെ എഴുതും? വോൾട്ടേജ് പിറകിലാണ്. എത്ര പിറകിലായിട്ട് എഴുതണം? 5 പിറകിലായിട്ട് എഴുതണം. അപ്പം എങ്ങനെ എഴുതും? VM sin പിറകിൽ പറ ഒമേഗ ടി -5. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ഇക്വേഷൻ കിട്ടി. ഇനി ഈ സർക്യൂട്ടിൻ്റെ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് പറയണം. ഈ സർക്യൂട്ടിലെ കറണ്ടും കിട്ടി, വോൾട്ടേജും കിട്ടി. ഇനി ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് V ആണ്. ഈ സൈഡ് എന്ന് പറയുന്നത് VR ആണ്. ഇപ്പുറത്തെ ഈ സൈഡ് എത്ര വരും? ഈ സൈഡ് VC ആണെങ്കിൽ ഇവിടെ എത്ര തന്നെ? VC തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് V കണ്ടുപിടിക്കാം. എന്താണ് V? V എന്ന് പറഞ്ഞാൽ പറയൂ, വാട്ട് ഈസ് V? റൂട്ട് ഓഫ് പൈതഗോറസ് തിയറം പ്രയോഗിച്ചാൽ മതി. ഇത് കറക്റ്റ് 98 ഇരിക്കുന്നത്. അപ്പോൾ V = എന്താണ്? റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, VR² പ്ലസ് VC² എന്ന് എഴുതാം. അപ്പോൾ V = പറയൂ റൂട്ട് ഓഫ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ IR അല്ലേ? IR. അപ്പം ഇതിന് പകരം IR എന്ന് എഴുതി അതിൻ്റെ സ്ക്വയർ പ്ലസ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ I ഇൻറ്റു അവൻ്റെ റെസിസ്റ്റൻസ് അല്ലേ? അപ്പം I ഇൻറ്റു കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് ഞാൻ പഠിപ്പിച്ചു, XC. അപ്പോൾ ഇത് VCയുടെ ആൻസർ, അതിൻ്റെയും സ്ക്വയർ. അപ്പോൾ V = ശ്രദ്ധിച്ചിരിക്കുക, റൂട്ട് ഓഫ്, സന്തോഷമായിട്ട് പറ. ഇപ്പം ഇതിൽ I രണ്ടിലും കോമൺ ഉണ്ടല്ലേ? അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ I² R² പ്ലസ് I² XC² എന്ന് എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ V = രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഇനി എടുക്കുക. I² ഉണ്ട്, ബാക്കി R² പ്ലസ് XC² എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈ I² റൂട്ടിൻ്റെ വെളിയിലെടുത്താൽ V = പറയൂ, I വെളിയിലെടുത്തു, ബാക്കി റൂട്ട് ഓഫ് R² പ്ലസ് XC² എന്നായി അല്ലേ? അപ്പോൾ ഇത്രയായി. ഇനി എന്താ വേണ്ടത്? V/I കാണണം. അപ്പോൾ V/I കാണണം. V/I = റൂട്ട് ഓഫ് പറയൂ R² പ്ലസ് XC² എന്ന് എഴുതാം. ഇവിടെ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ തടസ്സത്തിനെ ഞാൻ ഇംപിഡൻസ് എന്ന് പറയും. ഇതൊന്നാണ് ഇംപിഡൻസ് കേട്ടോ, ഇംപിഡൻസ്. ഓക്കെ, അതാണ് സ്പെല്ലിംഗ്. അപ്പോൾ ഇംപിഡൻസ് അതിൻ്റെ ലെറ്ററാണ് Z. ഒന്നുമില്ല, ഇവിടെ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് അല്ലേ ഇവിടെ കണക്ട് ചെയ്തേ. അപ്പോൾ അവന്മാർ ചേർന്ന് തരുന്ന തടസ്സത്തിനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്. അതിന് Z എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കും. അപ്പോൾ V/I നോർമലി എന്താണ്? R ആണ്. അപ്പോൾ ഇവിടെ പക്ഷേ Z എന്ന് എഴുതണം. അപ്പോൾ Z = റൂട്ട് ഓഫ് R² പ്ലസ് XC² എന്ന് എഴുതി. ഇപ്പം എനിക്ക് കിട്ടിയത് ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ തടസ്സമാണ്. അപ്പം ഇതേപോലെ ഒരു AC സർക്യൂട്ടിൽ Rഉം Cയും സീരീസ് ആയിട്ട് കൊടുത്താൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ തടസ്സം = റൂട്ട് ഓഫ് റെസിസ്റ്റർ കൊടുക്കുന്ന തടസ്സത്തിൻ്റെ സ്ക്വയർ പ്ലസ് കപ്പാസിറ്റർ കൊടുക്കുന്ന തടസ്സത്തിൻ്റെ സ്ക്വയർ എന്നെടുത്തോണം. അടിപൊളിയല്ലേ? ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടുന്ന് കണ്ടുപിടിക്കാനുണ്ടോ? അപ്പോൾ സർക്യൂട്ടിലെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. ഇനി ഞാനിവിടെ പറഞ്ഞു ഇവിടുത്തെ വോൾട്ടേജ് ഇതാണ്, കറണ്ട് ഇതാണ് അല്ലേ? ആരാണ് ഹെഡ്? കറണ്ടാണ് ഹെഡ്. യവന്മാർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ എത്ര മക്കളെ? 5 അല്ലേ? അപ്പോൾ 5 കൂടെ കണ്ടുപിടിച്ചാലേ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുന്നുള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് tan phi കൂടെ കണ്ടുപിടിച്ച് കൊടുക്കാം. tan phi = പെട്ടെന്ന് പറ, tan phi = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, VC/VR. പേടിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല, VC/VR എന്നാണ്. അപ്പം tan phi = സന്തോഷമായിട്ട് പറ, VC വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. വോൾട്ടേജ് എങ്ങനെ കാണും? IR. അപ്പോൾ I ഇൻറ്റു അവൻ്റെ തടസ്സം. അപ്പോൾ I ഇൻറ്റു കപ്പാസിറ്ററിൻ്റെ തടസ്സം എന്താണ്? XC എന്നാണ്, ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ എന്താണ്? I ഇൻറ്റു R. രണ്ടിലും I ക്യാൻസൽ ചെയ്തു. അപ്പോൾ tan phi = എന്ത് വരും? XC/R എന്ന് വരും. അപ്പോൾ phi കാണാൻ എന്താ വഴി? tan ഇൻവേഴ്സ് XC/R എന്നാണ്. അപ്പോൾ എല്ലാ കഥകളും കഴിഞ്ഞു. അപ്പോൾ AC സർക്യൂട്ട് കണ്ടെയ്നിങ് R ആൻഡ് C ഇൻ സീരീസ് എഴുതിയാൽ
അവിടുത്തെ വോൾട്ടേജിന്റെ ഇക്വേഷനായി, കറണ്ടിന്റെ ഇക്വേഷനായി, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ഫൈയുടെ ആൻസറായി. ഇനി ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ തടസ്സമായി. ഫുൾ പാരാമീറ്റേഴ്സ് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അടിപൊളി തന്നെ, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഈ സർക്യൂട്ടിന്റെ എന്തുകൂടെ പറയണം, പവർ കൂടെ പറഞ്ഞാൽ ഈ സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ എല്ലാം പറഞ്ഞോണം. സമാധാനമായിട്ട് ഞാൻ എല്ലാം ഇറൈസ് ചെയ്ത് കളയാണ്. ഓക്കെ, ആയിക്കോ. സി ആർ, then C, then connected to AC, no problem, then R, then C. So details എല്ലാം ഞാൻ ഇവിടെ എഴുതാം. So what about AC circuit containing resistor only? What about AC circuit containing resistor only? See, നമുക്ക് ഡയഗ്രാം അറിയാം. If this is a voltage, so voltage makes an angle omega t, current is also along the same line. ഇതാണ് എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. നമ്മൾ വരച്ചത് എങ്ങനെയാണ് പറയൂ പെട്ടെന്ന്. വോൾട്ടേജ് ഇങ്ങനെയാണ് വരച്ചത്. വോൾട്ടേജ് മേക്സ് എൻ ആംഗിൾ ഒമേഗ ടി. നമ്മൾ അവിടെ കറണ്ടിനെ വരച്ചത് ഇങ്ങനെയാണ് അല്ലേ, കറണ്ട് ഇങ്ങനെയാണ് വരച്ചത്, കറണ്ട്. ഓക്കെ, വോൾട്ടേജും കറണ്ടും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നാണ്. ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ടിലേക്ക് വരാം. സോ യു കൺസിഡർ ആൻ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് ആർ ആൻഡ് സി ഇൻ സീരീസ്. ഓക്കെ, then at this instant the voltage is V, and at this instant the current in the circuit is I. See, this current is same for both R and C because they are in series, no doubt. See, I represent the current like this. So this is a current in the circuit. Okay, this may be the current in resistor or capacitor. So if this is the current in a resistor, voltage in resistor is along the same line, no problem. Then if this is a current in capacitor, what about the voltage in capacitor? Tell me. So this is a capacitor, this is a case of capacitor. What is ahead? Current is ahead, voltage is behind. By how much? By 90. So if this is a current in capacitor, voltage in capacitor is behind. So this is a voltage in capacitor by a phase of 90, no doubt. Then see, you can find two voltages here. So how can you find the resultant? Just use parallelogram law method. See, parallelogram drawn. Okay, then see, then okay, this is a resultant voltage. കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഈ സർക്യൂട്ടിലെ റിസൾട്ടന്റ് വോൾട്ടേജ് ഇതാണ്. സി, ദിസ് ഈസ് എ വോൾട്ടേജ്, ദിസ് ഈസ് എ കറന്റ്. ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ഈസ് 5, no doubt. See, what is ahead? Current is ahead. What is behind? Voltage is behind. So what is the angle between them? 5. So if I represent current as I equal to Im sin omega t, how will you represent the voltage? Voltage is behind by how much? By 5. So voltage can be represented as Vm sin omega t minus 5. ഇല്ലാതാക്കല്ലേ. Okay, so ഇത്രയും മനസ്സിലായി. ഇനി what is ahead? Current is ahead. What is behind? Voltage is behind. Then what is angle between them? 5. Then you can find a right triangle here. So this is a right triangle. Then in this triangle, what is a tan phi? Tan phi is equal to opposite side. What is this side? ഈ സൈഡ് എത്രയാണ്? അത് VC തന്നെയാണ്. What is adjacent side? VR. So opposite side by adjacent side. Then tan phi is equal to tan phi is equal to വോൾട്ടേജ് കാണാൻ ഇക്വേഷൻ എന്താണ്? IR എന്നാണ്. വോൾട്ടേജിന് കപ്പാസിറ്റർ ആകുമ്പോൾ I ഇൻറ്റു അവൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ XC ആണ്, ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ റെസിസ്റ്റർ. പറയൂ, I ഇൻറ്റു R. അപ്പോൾ I ക്യാൻസൽ ചെയ്തു, ബാലൻസ് പറയൂ. Tan phi is equal to പറയൂ, tan phi is equal to XC divided by R. XC divided by R. Then what will be phi? Phi is equal to tan inverse XC divided by R. No problem. Phi കിട്ടി. ഇനി അടുത്തെന്താണ്? So from this right triangle, see, the hypotenuse is V, this side is VR, that side is VC. See, by Pythagoras theorem one can write V equal to root of, say, this square plus that square. So VR square plus
VC square. Okay, then V equal to, what is the voltage in resistor? IR, its square. Then what is the voltage in capacitor? I into XC. Okay, its square. Then tell me, V equal to root of, so I square R square plus I square XC square. No problem. So V equal to root of I square common, balance inside, R square plus XC square. Okay, then I square taken out, see it will become I. So V equal to I into root of R square plus X square, XC square. Am I right? Then what is the next one? I am keeping this I down. So V by I is equal to what? So V by I is equal to root of R square plus XC square. Then what is V by I normally? V by I is normally R. In this circuit, there is a combination of more than one components. So the total tadasam is known by the name impedance. What is it? Impedance. So V by I can be written as impedance. What is impedance? Z. So Z equal to root of R square plus XC square. Any problem with this? Above, see, I am giving you an AC circuit containing R and C in series. Then what is a representation of current in the circuit? Current in the circuit can be represented as I equal to Im sin omega t. How can you represent voltage in the circuit? Instantaneous voltage can be represented as V equal to Vm sin omega t minus phi. So what is behind? Voltage is behind. Am I right? Voltage is behind, current is ahead. What is the angle between them? Phi. Then what is the answer of phi? Phi equal to tan inverse XC by R. Then what is the next one? What is the total impedance of the circuit? What is the impedance of the circuit? Root of R square plus XC square. Is it? So, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാം. From the beginning you have to say. So, ഞാൻ ഒരു സപ്പോർട്ട് മാത്രമേ തരൂ. So, listen properly. See, consider an AC circuit containing R and C in series. Okay. Okay. No problem. This is C. This is R. At this instant, V is a voltage. At this instant, I is a current. Then the same current will be passing through R and C because they are in series. So what is the instantaneous voltage in the circuit? V. Instantaneous current for both the components? I. So you have to get equation for voltage and current. Okay. So before that, see, AC circuit containing a resistor only, you know. So what was the case? See, ഇതൊന്നും നമ്മൾ എഴുതിയൊന്നും വെക്കേണ്ട, നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. See, if this is a voltage, then if it is making an angle omega t, current is also along the same line. This is the thing you studied. Then about AC circuit containing capacitor only. See, എങ്ങനെയാണ് പഠിച്ചേ? If this is a voltage, and if it makes an angle omega t, then current in the circuit is like this. Current in the circuit is like this. Current is ahead by 90. So what is the total angle here? So omega t plus pi by 2. All these things you know. Now let us start. See, same current in R and C. See, I can represent it like this. So this is a current in what? What and what? R and C. Then if this is taken as the current in a resistor, what about the voltage in resistor? Along the same line. So voltage in resistor is also along the same line. Yeah, then if this is a current in capacitor, if it is a current in capacitor, what about the voltage in capacitor? Voltage in capacitor is behind. By how much? By 90. So voltage in capacitor can be drawn like this. So voltage in capacitor behind by 90. Then two voltages here. So how can you find the resultant? By using parallelogram law method. See, drawing a parallelogram. Then okay, this is a resultant. Resultant voltage I got. Resultant voltage see makes an angle phi with the current. See, I have some idea regarding the circuit. What is ahead? I is ahead. V is behind. What is angle between them? Phi. So how will you represent the current? If the current in the circuit is represented as
I equal to Im sin omega t. How can I represent the voltage in the circuit? Voltage is behind. So how will you represent? Vm sin omega t minus phi. No problem. Thus I have the equations for current and voltage. Then what is the next step? See, they differ by a phase of phi. So current, you have to write that. So current is ahead, voltage is behind. They differ by a phase of phi. Then what is the next one? Next you have to consider this right triangle. See, this side is VR, this side will be what? VC. Then this angle is 90. Then what will be tan phi? Say, what is tan phi? Tan phi is equal to opposite side by adjacent side. VC divided by VR. Then what? See, tan phi is equal to, say, tan phi is equal to, what is voltage in capacitor? IR. So I into XC divided by voltage in resistor IR. So I into R. So I cancel. I am getting tan phi is equal to what? Tan phi is equal to XC divided by R. XC divided by R. Then what will be phi? Phi is equal to tan inverse XC divided by R. Thus I got the angle between voltage and current. Then what is the next? See, in the same right triangle, see, I am using Pythagoras theorem. Hypotenuse is equal to, say, hypotenuse is equal to root of base square plus altitude square. Base VR, altitude VC. So VR square plus VC square. Then V equal to voltage in resistor IR. So IR. Then it's a square plus voltage in capacitor I into XC. I into XC. It's a square. No problem. Then what is the next? V equal to root of I square R square plus I square XC square. No problem. So V equal to root of I square common. Balance inside. R square plus XC square. Then I square taken out. So V equal to, it becomes I into root of R square plus XC square. Okay. Then I am keeping this I under this V. So V by I is equal to what? Root of R square plus XC square. Root of, say, root of R square plus XC square. No problem. Then see, V by I. Normally V by I is R. So here more than one component. So I call it as impedance represented by the letter Z. So Z is equal to root of R square plus XC square. So I have clear idea regarding the circuit. So if you are getting a circuit like this, see, the equation for current I know, equation for voltage I know, then angle between current and voltage I know, then total impedance I know. അപ്പോൾ ഇത്രയും വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? ഈ സർക്യൂട്ടിനെ പറ്റി ഓർത്താൽ നമ്മൾ ബാക്കി എല്ലാം മറന്നു പോയാലും ഇത്രയും ഓർത്തോണം. കറണ്ടിൻ്റെ ഇക്വേഷൻ വേണം, വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വേണം, ഫൈയുടെ ഇക്വേഷൻ വേണം, പിന്നെ ഇസഡിൻ്റെ ഇക്വേഷൻ വേണം. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ ഡെറിവേഷനിൽ നമ്മളിപ്പോൾ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നെങ്കിലോ, നമ്മൾ നിങ്ങൾക്ക് ചില ആളുകൾക്കൊക്കെ അതൊരു സംശയമായിട്ട് കിടക്കുകയാണ് മനസ്സിൽ, ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ പറയാം. നമ്മുടെ ഈ ഡെറിവേഷനിൽ നമ്മളിപ്പോഴേ കറണ്ടാണ് ഹെഡ്, വോൾട്ടേജ് ആണ് ബിഹൈൻഡ്. ഞാൻ വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് എഴുതിയിരുന്നെങ്കിൽ കറണ്ടിനെ എങ്ങനെ എഴുതിയേനെ പറ? കറണ്ടാണ് ഹെഡ്, അപ്പോൾ എങ്ങനെ എഴുതണം? ഐ എം സൈൻ ഒമേഗ ടി, ബാക്കി പറഞ്ഞാൽ മതി. ഹെഡാണ് പ്ലസ് എത്ര ഹെഡ്? 5. അപ്പോൾ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ബാക്കി പ്രോസസ്സ് നിങ്ങൾക്ക് ഇതുപോലെ എഴുതി പോകാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പോൾ തെറ്റിക്കരുത്. ഓക്കെ, കെയർഫുള്ളായിട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? പവർ. അപ്പോൾ ഇക്വേഷൻസ് ഒന്നും കൂടെ മെമ്മറിയിൽ കയറ്റുക. നമ്മുടെ ഇക്വേഷൻസ് ഇവിടെ 2 ഉണ്ട്. ഇത് രണ്ടും അങ്ങ് എഴുതിക്കോട്ടെ. അപ്പോൾ ഏതെങ്കിലും 2 ഇക്വേഷൻ എഴുതിയിട്ട് ഞാൻ പവർ കാണാം. അപ്പം നമ്മുടെ ഇതിനകത്ത്, നിങ്ങളുടെ നോട്ട്സിനകത്ത് ഞാൻ കറണ്ടിൻ്റെ തന്നെയാണ് എഴുതി തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് ഇവിടെ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം അത് എഴുതാണ്. ഓക്കെ ഓക്കെ എഴുതാൻ പോകുന്നു. കറണ്ടിൻ്റെ ഇക്വേഷൻ പറയൂ. കറണ്ട് ഈസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ പറയൂ. വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി മൈനസ് 5 എന്നാണ്. അവിടെ ഇരുന്നുണ്ട്. ബാക്കി നമുക്കെല്ലാം ഇറൈസ് ചെയ്ത് കളയാം. സമാധാനമായിട്ട് പറ. ബാക്കി എല്ലാം ഞാൻ ഇറൈസ് ചെയ്യാം.
ഇനി നിങ്ങൾ തന്നെ ബാക്കി ഡീറ്റെയിൽസ് പറയണം. ഈ സർക്യൂട്ടിൻ്റെ നമുക്ക് പവറാണ് വേണ്ടത്. പറഞ്ഞോ, പവർ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ എങ്ങനെ കാണും? കറണ്ട് ഇൻറ്റു വോൾട്ടേജ്. സോ കറണ്ട് എത്രയാ? Im സൈൻ ഒമേഗ ടി ഇൻറ്റു വോൾട്ടേജ് എന്താണ്? Vm സൈൻ ഒമേഗ ടി മൈനസ് 5 എന്നാണ്. ഓക്കെ, ഇനി പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയൂ, Vm Im പറയൂ, സൈൻ ഒമേഗ ടി ഇൻറ്റു ബാക്കി പറ സൈൻ ഒമേഗ ടി മൈനസ് 5 എന്നാണ്. ഇനി നമുക്കറിയാവുന്ന കാര്യം സൈൻ എ മൈനസ് ബി ഇതാ കിടക്കുന്നു. എന്താണ്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നാണ്. അപ്പം നമുക്ക് ഇവിടെ എക്ക് വരെ ഒമേഗ ടി, ബിക്ക് വരെ 5, അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ പറയണം. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു Vm Im സൈൻ ഒമേഗ ടി, ബാക്കി പറ, ഇതിനെ മാറ്റി പറഞ്ഞോ, സൈൻ എ, പെട്ടെന്ന് പറ, കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നാണ്. പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, നേരത്തെ ഉള്ള അതേ മെത്തേഡാണ്. നേരത്തെ ഇവിടെ 5ക്ക് പകരം 90 ആയിരുന്നു, π/2 ആയിരുന്നു എന്നുള്ള ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, വെളിയിലുള്ളതുകൊണ്ട് അകത്തുള്ളതിന് ഇൻറ്റു ഇത് പറയണം, Vm Im സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5, പേടിക്കല്ലേ, മൈനസ് അടുത്ത് Vm Im സൈൻ ഒമേഗ ടി വെളിയിലുണ്ട് ഇൻറ്റു കോസ് ഒമേഗ ടി സൈൻ 5 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു, പേടിക്കരുത്, Vm Im ഒരു കുഴപ്പമില്ല, കോസ് 5 കണ്ടോ, സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതി, മൈനസ് ബാക്കി Vm Im ബാക്കി സൈൻ 5 എഴുതി, ബാക്കി പറ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഒരുമിച്ച് എഴുതി. ഇനി എന്തെങ്കിലും കള്ളത്തിൽ ഓർമ്മയിൽ വരുന്നുണ്ടോ? പഴയത് പറ, ഇവിടെ ഒരു 2 ഇടാം, ഇവിടെ ഒരു 2 ഇടാം. ഓക്കെ, ഇപ്പം എന്തെങ്കിലും തോന്നോ? 2 സൈൻ എ കോസ് എ മോഡലിലായി. അപ്പം എന്താണത്? സൈൻ 2a എന്നാണ്, സൈൻ 2a എന്നാണ് അല്ലേ, സൈൻ 2a. അപ്പോൾ നമുക്ക് അത് എഴുതാം, പറ. അപ്പോൾ ഇവിടെ എക്ക് പകരം അവിടെ ഒമേഗ ടി ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാലൻസ് ഇവിടെ എഴുതാം, പെട്ടെന്ന് പറയണം. പവർ ഈസ് ഈക്വൽ ടു, പറയും, പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, Vm Im കോസ് 5, Vm Im കോസ് 5, ഓക്കെ പറ, സൈൻ സ്ക്വയർ ഒമേഗ ടി, സൈൻ സ്ക്വയർ ഒമേഗ ടി, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, മൈനസ് Vm Im ഡിവൈഡഡ് ബൈ 2 പറ, ബാക്കി സൈൻ 5, സൈൻ 5 ഇല്ലാതാക്കല്ലേ, ബാക്കി അതിനെങ്ങനെ എഴുതാം? 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എങ്ങനെ എഴുതാം? സൈൻ 2 ഒമേഗ ടി എന്ന് എഴുതാം, സൈൻ 2 ഒമേഗ ടി. ഓക്കെ, ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന എന്തിൻ്റെ ആൻസറാണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പവർ ആണ്. ആവറേജ് വാല്യൂ ഓഫ് പവർ ഓവർ എ സൈക്കിൾ കാണാൻ എന്തെന്ന് റെപ്രസെന്റ് ചെയ്യും? P ബാർ ഈക്വൽ ടു ആവറേജ് ഓഫ് ഇത്രയും സാധനം. അപ്പൊ ഇവിടെ 2 ടേം ഉള്ളതുകൊണ്ട് 2 ടേമിന്റെ ആവറേജ് എഴുതണം. ഇത്ര എഴുതാൻ അറിയാമല്ലോ. ഇനി നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു, നമുക്കിതിനകത്ത് ഈ 5 ഒക്കെ ഫിക്സഡ് വാല്യൂ ആണ്. അപ്പം നമുക്ക് കോൺസ്റ്റന്റ് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പം Vm Im കോസ് 5 പുറത്ത് വെച്ചിട്ട് ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി മൈനസ് ബാക്കി അതിലും കോൺസ്റ്റന്റുകളൊക്കെ എടുത്ത് വെളിയിൽ പോയി, Vm Im ബൈ 2 സൈൻ 5 വെളിയിൽ വെച്ചു, ആവറേജ് ഓഫ് സൈൻ 2 ഒമേഗ ടി. ഇനി ബാക്കി പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, ഇതിന്റെ ആൻസർ ഹാഫ് ആണെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്. അപ്പോൾ Vm Im കോസ് 5 അതുപോലെ എഴുതി ഇൻറ്റു 1/2. ഇനി ഇതിന്റെ ആൻസർ എത്രയാ? സൈൻ 2 ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ 0 ആണ്. അപ്പോൾ അത് ആ ടേം മൊത്തം പോയി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 2നെ എനിക്ക് √2 × √2 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ ഈ Vmന്റെ അടിയിൽ ഒരു റൂട്ട് ഇടുക, Imന്റെ അടിയിൽ ഒരു റൂട്ട് ഇടുക. അപ്പോൾ എന്തായി? പവർ, ആവറേജ് വാല്യൂ ഓഫ് പവർ ഈസ് ഈക്വൽ ടു Vm ബൈ √2 Im ബൈ √2 ബാക്കി കോസ് 5 എന്നായി. നമുക്കിനി പരിചയമുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. Vm ബൈ √2 എന്ന് പറഞ്ഞാൽ VRMS അല്ലേ? അപ്പൊ പവർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറ, ഇത് VRMS ആണ്, ഇതെന്ന് പറഞ്ഞാൽ IRMS ആണ്, ബാക്കി കോസ് 5 ആണ്. അടിപൊളി, നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു.
എന്താണ് what is the average value of power? Average value of power is equal to VRMS IRMS cos phi എന്നാണ്. ഓക്കെ, ഇതിനകത്ത് cos phi നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. എന്താണ് പറയുന്ന പേര്? പവർ ഫാക്ടർ. ഇത് നമ്മൾ ഓർത്ത് വെച്ചോണേ. ഇപ്പോൾ cos phi വിളിക്കുന്ന പേരെന്താണ്? പവർ ഫാക്ടർ എന്നാണ്. ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ ഫോളോ ചെയ്ത്. ഇപ്പോൾ സമാധാനമായിട്ട് ആദ്യം തൊട്ട് ഇക്വേഷൻസ് എഴുതി ഞാൻ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഒരൊറ്റ പ്രാവശ്യം പറയൂ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഡെറിവേഷൻസ് നമ്മുടെ ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 2 ഇക്വേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ അതുപോലെ ഇട്ടിട്ടുണ്ട്. ഇറൈസ് ചെയ്യുന്നില്ല. ഓക്കെ, ബാക്കി എല്ലാം ഇറൈസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നോക്കൂ. സോ കൺസിഡർ a series RC circuit connected to AC. The instantaneous value of current is given. Okay, so instantaneous value of current is given. Current is I equal to Im sin omega. ആരും തരൂല്ല. So instantaneous value of voltage is Vm sin omega t minus phi. Instantaneous value of power is equal to current into voltage. No doubt. What is current? Im sin omega t. That into what is voltage? Vm sin omega t minus phi. No problem. Then power is equal to say Im Vm sin omega t into sin omega t minus phi. No problem. Then sin a minus b is പറയൂ sin a cos b മാസ് ഇല്ലാത്തൊരു സൂക്ഷിക്കണം മൈനസ് cos a sin b. Okay, then അടുത്ത see power instantaneous value of power is equal to Im Vm sin omega t into say ഇതാണ് ഫോം. എക്ക് പകരം ഒമേഗ ടി, ബിക്ക് പകരം ഫൈ. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നാണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. സോ പവർ ഈസ് ഈക്വൽ ടു പറയൂ Im Vm സൈൻ ഒമേഗ ടീൻ്റെ അകത്തുള്ളത്. അപ്പോൾ സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് വൈ മൈനസ് ഇനി മൾട്ടിപ്ലൈ ചെയ്യൂ Im Vm സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ ഫൈ എന്നാണ്. ഇനി അടുത്ത പവർ ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറയൂ. നമുക്കിതിനകത്ത് Im Vm പറയൂ കോസ് ഫൈ എഴുതാം. ബാക്കി സൈൻ സ്ക്വയർ ഒമേഗ ടി മൈനസ് ബാക്കി പറയും Im Vm സൈൻ ഫൈ ബാക്കി പറയാം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എന്നാണ്. ഇനി ഇവിടെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. പറയൂ 2 സൈൻ എ കോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2a ആണ്. സൈൻ 2a ആണ്. അപ്പോൾ ഇവിടെ എക്ക് പകരം ഒമേഗ ടി ആണെന്നേ ഉള്ളൂ. സോ ബാലൻസ് പറയൂ പവർ ഈസ് ഈക്വൽ ടു പറയും പെട്ടെന്ന് പറയൂ Im Vm കോസ് ഫൈ പറഞ്ഞോളൂ Im Vm കോസ് ഫൈ ബാക്കി സൈൻ സ്ക്വയർ ഒമേഗ ടി സൈൻ സ്ക്വയർ ഒമേഗ ടി മൈനസ് ബാക്കി Im Vm ബൈ 2 Im Vm ബൈ 2 ബാക്കി പറയണം. ബാക്കി സൈൻ ഫൈ സൈൻ ഫൈ. ഓക്കെ, ബാക്കി ആൻസർ പറ 2 sin a cos a. What is it? Sin 2a. So sin 2 omega t. So sin 2 omega t. No problem. What is the next step? So average value of power over a cycle is equal to average of this. Okay. About you have to keep separate brackets. So p is equal to p bar is equal to average of first term Im Vm cos phi say sin square omega t then minus average of next term Im Vm divided by 2 sin phi say sin 2 omega t then അടുത്ത എന്താണ് പവർ ഈസ് ഈക്വൽ ടു പറഞ്ഞു Im Vm cos phi into average of sin square omega t minus Im Vm divided by 2 sin phi into average of sin 2 omega t. Okay, then what is the next one? What is the answer of this? Its answer is half. What is the answer of this? It is 0. So put the values there. So you can get see
P bar equal to Im Vm cos phi into, say, what is the answer of this? Half. Then 0 into this, 0. Mind ചെയ്യണ്ട. Then 2 can be written as root 2 into root 2. So shall I? So root 2 into root 2. Then first root 2 under this, next root 2 under this. So P is equal to, P bar is equal to Im by root 2. Then Vm by root 2. Then cos phi. Okay. Then what is the next step? P is equal to, this can be written as IRMS. Next can be written as VRMS. Then cos phi. This cos phi is known by the name power factor. What is it? Power factor. അപ്പോൾ മറന്നു വരുത്. What is the power of this circuit? Power is equal to VRMS IRMS cos phi. മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ AC സർക്യൂട്ട് കണ്ടെയ്നിങ് R and C in series. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയും. IRMS VRMS cos phi. Then ഇവിടുത്തെ കറണ്ടിന്റെ ഇക്വേഷനും പറയണം, വോൾട്ടേജിന്റെ ഇക്വേഷൻ പറയണം. കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? Im sin omega t. വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ്? Vm sin omega t minus phi. Is it clear to you? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി നമുക്ക് അടുത്ത ഇതുപോലത്തെ വേറൊരു സംഗതി പഠിക്കാം. ഓക്കെ.